Hello everyone, welcome back to NEETC. Today's topic is class Amphibia and class Reptilia. Class Amphibia. എന്താണ് ഇതിൻ്റെ നെയിമിൻ്റെ മീനിങ്? ആംഫി എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എന്നാണ്, രണ്ട്. ബയോ എന്ന് വെച്ചാൽ ലൈഫ് എന്നാണ്, അതായത് രണ്ട് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് കരയിലും അതുപോലെ വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവരാണ്. ആംഫിബിയൻസ് ക്യാൻ ലിവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ക്ലാസ് ആംഫിബിയയിലെ മെമ്പേഴ്സ്. ഇവർക്ക് 2 പെയർ ലിംസ് ഉണ്ട്, അതായത് ടോട്ടൽ 4 2 പെയർ ലിംസ് ഉണ്ട്, കൈകാലുകൾ. ഇവരുടെ ബോഡിയെ ഹെഡെന്നും ട്രങ്കെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ടെയിൽ കാണാൻ പറ്റും. എല്ലാ മെമ്പേഴ്സിനും ഇല്ല, ചില മെമ്പേഴ്സിന് ടെയിലുണ്ട്. അല്ലാതെ മൊത്തത്തിൽ ഈ മെമ്പേഴ്സിൻ്റെ ബോഡിയെ, ക്ലാസ് ആംഫിബിയയിലെ മെമ്പേഴ്സിൻ്റെ ബോഡിയെ നമുക്ക് ഹെഡെന്നും ട്രങ്കെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ചില മെമ്പേഴ്സിന് ടെയിലും കൂടെ കാണപ്പെടുന്നുണ്ട്. ഇനി ആംഫിബിയൻസിൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ വളരെ മോയിസ്റ്റാണ്, അതായത് വളരെ ഷൈനി ആയിട്ടുള്ളതും വളരെ ഇങ്ങനെ മോയിസ്റ്റ് ആയിട്ടുള്ളതുമാണ്. സ്കെയിൽസ് ഒന്നും തന്നെ ഇല്ല. ഇവരുടെ ഐസിന് ഐലിഡ്സ് ഉണ്ട്, നമുക്കും ഐലിഡ്സ് ഉണ്ടല്ലോ, അതുപോലെ ഇവരുടെ ഐസിനും ഐലിഡ്സ് ഉണ്ട്. ഇവരുടെ ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടിംബാനമാണ്. ടിംബാനം നമ്മുടെ ഇയറിലും ഉണ്ട്, ടിംബാനം എന്ന് പറയുന്നത്. ടിംബാനിക് മെംബ്രെയിനൊക്കെ ഉണ്ട്. അതുപോലെ ആംഫിബിയൻസിൻ്റെ ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടിംബാനമാണ്. ഇനി ഇവരുടെ എലിമെൻ്ററി കനാൽ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ട്, അതാണ് എലിമെൻ്ററി കനാൽ. അതുപോലെ യൂറിനറി ട്രാക്റ്റ്, പിന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്. ഈ 3 കാര്യങ്ങളും, അതായത് 3 ട്രാക്ട്സും, എലിമെൻ്ററി കനാലും യൂറിനറി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും, 3ഉം കൂടെ ഒരു കോമൺ ചേംബറായ ക്ലോയാക്കയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഇത് 3നും കൂടിയുള്ള കോമൺ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ക്ലോയാക്ക എന്ന് പറയുന്നത്. 3ഉം കൂടി ക്ലോയാക്കയിലേക്കാണ് തുറക്കുന്നത്. ഇനി ഈ ക്ലോയാക്കയോ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് എലിമെൻ്ററി കനാലും യൂറിനറി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും 3നും കൂടി കോമൺ ആയിട്ട് ഒരു ചേംബറുണ്ട്, അതിനെയാണ് ക്ലോയാക്ക എന്ന് പറയുന്നത്. ഈ 3 സിസ്റ്റങ്ങളും ക്ലോയാക്കയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്ലോയാക്കയാണ് എക്സ്റ്റീരിയറിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഇവരുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം നടക്കുന്നത് ഒന്നുകിൽ ഗിൽസിലൂടെ ആവാം, പിന്നെ ലങ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിന്നിലൂടെയും പറ്റും. ലങ്സും ഉണ്ട്, സ്കിന്നും ഉണ്ട്, അതുപോലെ ഗിൽസും ഉണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നത്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ 3 ചേമ്പേർഡാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് സൈക്ലോസ്റ്റൊമാറ്റിക് ആണെങ്കിലും കോൺട്രക്ടൈസിനാണെങ്കിലും ഓസ്റ്റിത്തൈസിനാണെങ്കിലും ഒക്കെ 2 ചേമ്പേർഡ് ഹാർട്ടായിരുന്നു, ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. എന്നാൽ ആംഫിബിയൻസിൻ്റെ കാര്യത്തിൽ ഇവർക്ക് 3 ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്, 2 ഓറിക്കിൾസും ഒരു വെൻട്രിക്കിളുമാണ് ഉള്ളത്. ഇവരും കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്, അല്ലെങ്കിൽ എന്താണ്, പോയിക്കിലോതേർമസ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് വേറെ വേറെയാണ്. പോയിക്കിലോതേർമസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരാണ് കോൾഡ് ബ്ലഡഡ് ഓർ പോയിക്കിലോതേർമസ് എന്ന് പറയുന്നത്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ബോഡിയുടെ ഔട്ട്സൈഡിലാണ്, അല്ലെങ്കിൽ ബോഡിയുടെ പുറത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. ഒവിപാരസ് ആണ്, അതായത് എഗ് ലേയിങ്, മുട്ടയിടുന്നവർ. അതുകൊണ്ട് ഇവർ ഒവിപാരസ് ആണ്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്, അതായത് ഇവരുടെ ഡെവലപ്മെൻറ്റിൽ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഒരു ലാർവൽ സ്റ്റേജിലൂടെയാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫ്രോഗൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം മുട്ട വിരിഞ്ഞിട്ട് വാൽമാക്രി എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ടാഡ്പോൾ എന്ന് പറയും. അതാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് അത് ഒരു അഡൾട്ടിൻ്റെ ഷേപ്പിലേക്ക് എത്തുന്നത്. അതായത് ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: ബ്യൂഫോ ഓർ ടോഡ്, റാണ, ഫ്രോഗ്,
ഹൈല ട്രീ ഫ്രോഗ്, സലമാൻഡ്ര സലമാൻഡർ, ഇക്തിയോഫിസ് ഓർ ലിംബ്ലെസ് ആംഫീബിയ. അപ്പോൾ ഇവിടെ സലമാൻഡറിൻ്റെയും ഫ്രോഗിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സാണ് ക്ലാസ് റെപ്റ്റീലിയ. ക്ലാസ് റെപ്റ്റീലിയയ്ക്ക് ഈ പേര് വരാനുള്ള കാരണം ലാറ്റിനിൽ ഈ വേർഡിൻ്റെ അർത്ഥം ടു ക്രീപ്പ് ഓർ ക്രോൾ എന്നാണ്. അതായത് എഴഞ്ഞു നീങ്ങുന്നവർ, എഴയുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലാറ്റിൻ വേർഡായ റെപ്പറെ അല്ലെങ്കിൽ റെപ്പറ്റം എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് റെപ്റ്റീലിയ എന്നുള്ള വാക്കുണ്ടായേക്കുന്നത്. ഇതിൻ്റെ മീനിങ് ടു ക്രീപ്പ് ഓർ ക്രോൾ എന്നാണ്, എഴയുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ റെപ്റ്റീലിയയിലെ മെമ്പേഴ്സ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ എഴഞ്ഞ് ആ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അവരുടെ ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിന് റെപ്റ്റീലിയ എന്ന് പേര് വന്നിട്ടുള്ളത്. ഇവർ ടെറസ്ട്രിയൽ ആനിമൽസ് ആണ്, അതായത് കരയിലാണ് ജീവിക്കുന്നത്. ഇവരുടെ ബോഡിയുടെ പ്രത്യേകത, ബോഡിയെ കവർ ചെയ്തുകൊണ്ട് ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിന്നാണ് ഉള്ളത്. അതുപോലെ ഇവർക്ക് എപ്പിഡേർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് ഒക്കെ കാണപ്പെടും. അതായത് നമ്മളൊരു ക്രോക്കഡൈൽ അല്ലെങ്കിൽ മുതലേ ഓർത്താൽ മതി, അതിൻ്റെ സ്കിൻ എങ്ങനെയാണ്, വളരെ ഡ്രൈ ആണ്, അതുപോലെ കോർണിഫൈഡ് സ്കിന്നാണ്. എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ് ഒക്കെ ഉണ്ട്, അതായത് വളരെ കട്ടി കൂടിയ ചില സ്കെയിൽസ് പോലുള്ള മുള്ളു പോലൊക്കെയാണത് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ടുള്ള സ്കിന്ന്. കാരണം ഇതിലൂടെ ജലാംശം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളത്. പിന്നെ ഈ സ്ക്യൂട്ട്സ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ തന്നെ ഈ ക്രോക്കഡൈലിൻ്റെ പോലെ മറ്റ് ജീവികളിലൊക്കെയുള്ള ഇതുപോലത്തെ ഇങ്ങനെ ചെറിയ ഷെൽ ലൈക്ക് ആയിട്ടുള്ള സ്കെയിൽസ് പോലെയുള്ള തിങ്സാണ്, സ്ട്രക്ചേഴ്സാണ്. ഇനി ഇവർക്കൊരു എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇല്ല. എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇല്ല ഇവർക്ക്. ഇവർക്കും ടിമ്പാനമാണ് ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലിംസ് ഉണ്ടെങ്കിൽ അത് 2 പേരായിരിക്കും. ലിംസ് ഉള്ള ആൾക്കാർക്ക് 2 പേർ ലിംസ് ഉണ്ടായിരിക്കും. ഹാർട്ട് ആംഫീബിയയിലെ പോലെ തന്നെ 3 ചേമ്പേർഡ് ആണ്. പക്ഷേ ഒരു എക്സെപ്ഷനുണ്ട്, ക്രോക്കഡൈൽസിന് 4 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. യൂഷ്വലി ഇവർക്ക് 3 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത് റെപ്റ്റൈലിയയിലെ മെമ്പേഴ്സിന്. പക്ഷേ ക്രോക്കഡൈൽസിന് മാത്രം 4 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. ഇവരും കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്, അല്ലെങ്കിൽ പോയിക്കിലോതേമസ് ആനിമൽസ് ആണ്. അതായത് ഇവർക്കും ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ സ്നേക്സിനെ എടുക്കുവാണ്. സ്നേക്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലിംസ് ഇല്ല. ലിംസ് ഉണ്ടെങ്കിൽ 2 പേർ ലിംസ് കാണും. അപ്പോൾ ലിംസ് ഇല്ലാത്ത ആൾക്കാരാണ് സ്നേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നേക്ക്, ലിസാർഡ് ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ അവരൊക്കെ അവരുടെ സ്കെയിൽസ് പൊഴിച്ച് കളയാറുണ്ട്. ദേ ഷെഡ് ദെയർ സ്കെയിൽസ് ആ സ്കിൻ കാസ്റ്റ്. അതായത് സ്നേക്സും ലിസാർഡും ഒക്കെ നമ്മൾ പടം പൊഴിക്കുക എന്നൊക്കെ പറയും. അവരുടെ സ്കിന്ന് പൊഴിച്ച് കളയാറുണ്ട്. ഇവരിലും സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് വേറെ വേറെയാണ്. ഫെർട്ടിലൈസേഷൻ ബോഡിക്കുള്ളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. ഇവരും എഗ് ലേയിങ് ആണ്, മുട്ടയിടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർ ഒവിപാരസ് ആണ്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ്. അതായത് അഡൾട്ടിൻ്റെ അതേ ഷേപ്പിലുള്ള ഓസ്പ്രിങ്സ് ആണ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾസ്: ചീലോൺ ഓർ ടർട്ടിൽ, ടെസ്റ്റ്യൂഡോ ഓർ ടോർട്ടോയിസ്, കമേലിയോൺ ഓർ ട്രീ ലിസാർഡ്, കെലോട്ടസ് ഓർ ഗാർഡൻ ലിസാർഡ്, ക്രോക്കൊഡിലസ് ഓർ ക്രോക്കഡൈൽ, അലിഗേറ്റർ ഓർ അലിഗേറ്റർ തന്നെയാണ്, ഹെമിഡാക്ടൈലസ് ഓർ വോൾ ലിസാർഡ്. ഇനി പോയിസണസ് സ്നേക്സ് ഉണ്ട്. നാജ ഓർ കോബ്ര, ബംഗാരസ് ഓർ ക്രെയ്റ്റ്, വിപ്പറ ഓർ വൈപ്പർ. ഇതെല്ലാം റെപ്റ്റീലിയയിലെ മെമ്പേഴ്സാണ്. ഇനി ഇതിൻ്റെ ഒരു മൈൻഡ് മാപ്പ് നോക്കാം. സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരുന്ന ആൾക്കാരാണ് ആംഫീബിയയും റെപ്റ്റീലിയയും. ഏവ്സും മാമൽസും കൂടി ഇതിൽ വരുന്നതാണ്. ഇന്ന് ആംഫീബിയൻ റെപ്റ്റീലിയയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത ഇവർക്ക് ലിംസ് ഉണ്ടെന്നുള്ളതാണ്. ആംഫീബിയയ്ക്ക് അക്വാട്ടിക് ഹാബിറ്റാറ്റിലും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും ജീവിക്കാൻ പറ്റും. പിന്നെ അവർക്ക് 2 പെയർ ലിംസ് ഉണ്ടായിരിക്കും. ബോഡിയെ നമുക്ക് ഹെഡ് എന്നും ട്രങ്ക് എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ചില ആൾക്കാർക്ക് ടെയിലും കാണപ്പെടാറുണ്ട്. സ്കിന്നിൽ സ്കെയിൽസ് ഒന്നുമില്ല, മോയിസ്റ്റ് സ്കിന്നാണ്. ഐലിഡ്സ് ഉണ്ട്. ഇയർ ടിമ്പാനമാണ്. അതുപോലെ എലമെൻ്ററി കനാലും യൂറിനറി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും എല്ലാം കൂടെ ഒരു കോമൺ ചേമ്പറായിട്ടുള്ള ക്ലോയാക്കയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്ലോയാക്കയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ഓപ്പൺ ആകുന്നത്.
റെസ്പിറേഷൻ നടത്തുന്ന ഹെൽപ്പ് ചെയ്യുന്നത് ഗിൽസും ലങ്സും സ്കിന്നുമാണ്. 3 ചേമ്പേർഡ് ഹാർട്ടാണ്. പോയിക്കിലോ തോമസ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഒവിപാരസ് ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. റെപ്റ്റീലിയയിലെ ആൾക്കാരുടെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുന്നവരാണ്, അല്ലെങ്കിൽ ക്രീപ്പ് ചെയ്യുന്നവരാണ്. ഇവരുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് കോർണിഫൈഡ് സ്കിന്നാണ് ഉള്ളത്, അല്ലെങ്കിൽ എപ്പിഡെർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് കാണപ്പെടും. ഇവർ ടെറസ്ട്രിയലാണ്, കരയിലാണ് ജീവിക്കുന്നത്. ഇനി ഇവർക്ക് ലിംസ് ഉണ്ടെങ്കിൽ 2 പേർ കാണപ്പെടും. 3 ചേമ്പറുള്ള ഹാർട്ടാണ് ഉള്ളത്, പക്ഷേ ക്രോക്കഡൈൽസിൽ മാത്രം 4 ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. പോയിക്കിലോതേംസ് ആണ്. പിന്നെ സ്നേക്സും ലിസാർഡ്സും ഒക്കെ അവരുടെ സ്കിൻ അല്ലെങ്കിൽ സ്കെയിൽ ഷെഡ് ചെയ്യും. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഒവിപാരസ് ആണ്. ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അടുത്തത് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ആംഫീബിയ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ആംഫീബിയയ്ക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്? ഡ്രൈ സ്കിൻ അല്ല, ആംഫീബിയൻസിന് മോയിസ്റ്റ് സ്കിന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഡിയും തെറ്റാണ്. മോയിസ്റ്റ് സ്കിൻ കറക്റ്റാണ്. പിന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കറക്റ്റാണ്, കാരണം ഇവരുടെ ബോഡിയുടെ പുറത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ അല്ല. നമ്മൾ ഫ്രോഗിനെ ഓർത്താൽ മതി. ഫ്രോഗിൻ്റെ മുട്ടകളൊക്കെ പുറത്ത് വെച്ചിട്ടല്ലേ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിനുശേഷം ഒരു ലാർവൽ സ്റ്റേജിലൂടെയാണ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റുമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റെപ്റ്റീലിയ വിച്ച് ആർ കറക്റ്റ്. റെപ്റ്റൈൽസിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് കണ്ടുപിടിക്കുക. മോസ്റ്റ് റെപ്റ്റൈൽസ് ആർ ടെറസ്ട്രിയൽ. റെപ്റ്റൈൽസ് കൂടുതലും ടെറസ്ട്രിയലാണ്, കരയിലാണ് ജീവിക്കുന്നത്. കറക്റ്റാണ്. ദെയർ സ്കിൻ ഈസ് മോയിസ്റ്റ് ആൻഡ് ഗ്ലാൻഡുലാർ. അവരുടെ സ്കിന്ന് മോയിസ്റ്റുമാണ്, അതുപോലെ ഗ്ലാൻഡുലാറുമാണ്. തെറ്റാണ്. ഇവരുടെ സ്കിൻ എങ്ങനെയാണ്? ഡ്രൈ ആണ്. സ്കിൻ ഈസ് ഡ്രൈ വിത്ത് കോർണിഫൈഡ് സ്കിന്നാണ്. ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിന്നാണ്. അതുപോലെ സ്കെയിൽസും സ്ക്യൂട്ട്സും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അടുത്തത്, ക്രോക്കഡൈൽസ് പൊസസ് എ 4 ചേമ്പേർഡ് ഹാർട്ട്. ക്രോക്കഡൈൽസിന് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അല്ലാത്തവർക്കൊക്കെ 3 ചേമ്പേർഡ് ഹാർട്ടാണ്. സ്നേക്സ് ആൻഡ് ലിസാർഡ്സ് ഷെഡ് ദെയർ സ്കെയിൽസ് ആ സ്കിൻ കാസ്റ്റ്. സ്നേക്സും ലിസാർഡ്സും എന്താണ്? അവരുടെ സ്കെയിൽസ് സ്കിൻ കാസ്റ്റ് ആയിട്ട് ഷെഡ് ചെയ്യാറുണ്ട്. അതും കറക്റ്റാണ്. അപ്പം 1, 3 and 4 ആർ കറക്റ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. 1, 3 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി. മാച്ച് ദ ഫോളോയിങ്. കോളം 1 ബ്യൂഫോ, സലമാൻഡ്ര, ചീലോൺ, നാജ. കോളം 2 റെപ്റ്റീലിയ, ആംഫീബിയ, റെപ്റ്റീലിയ. അപ്പോൾ ഏതിൽ വരുന്ന മെമ്പറാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ബ്യൂഫോ എന്ന് പറഞ്ഞാൽ എന്താ? ടോഡാണ്. ഇത് ആംഫീബിയയിലെ മെമ്പറാണ്. A2 വരുന്ന 2 ഓപ്ഷൻസ്. B3 ആണോ 1 ആണോ നോക്കുക. ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ സലമാൻഡ്ര. സലമാൻഡ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? സാലമാൻഡർ. ഇത് ആംഫീബിയയാണ്. അടുത്ത ചീലോൺ എന്ന് പറഞ്ഞാൽ റെപ്റ്റൈലാണ്. നാജയും റെപ്റ്റൈലാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പിനേഷൻ കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദ റെസ്പിറേറ്ററി അഡാപ്റ്റേഷൻസ് ഓഫ് ആംഫീബിയ? ആംഫീബിയയുടെ റെസ്പിറേറ്ററി അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ആംഫീബിയയ്ക്ക് എന്തൊക്കെയുണ്ട്? ഗിൽസ് ഉണ്ട്, ലങ്സ് ഉണ്ട്, സ്കിന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റാണ്. 3 ഉണ്ട്. ഗിൽസും ഉണ്ട്, ലങ്സും ഉണ്ട്, സ്കിന്നും ഉണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഹാർട്ട് ഓഫ് റെപ്റ്റൈൽസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റെപ്റ്റൈൽസിൻ്റെ ഹാർട്ടിനെ പറ്റി കറക്റ്റായിട്ടുള്ളത്? ഓൾവേസ് 2 ചേമ്പേർഡ് അല്ല, ഓൾവേസ് 3 ചേമ്പേർഡ്. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ കാരണം ഒരു എക്സെപ്ഷൻ ഉണ്ട്. യൂഷ്വലി 3 ചേമ്പേർഡ്
ബട്ട് 4 ചേംബേർഡ് ഇൻ ക്രോക്കഡൈൽസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ക്രോക്കഡൈൽസിന് മാത്രമാണ് 4 ചേംബേർഡ് ഹാർട്ട് ഉള്ളത്. ബാക്കി എല്ലാ മെമ്പേഴ്സിനും 3 ചേംബേർഡ് ഹാർട്ടാണ് ഉള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പാണ്. അസേർഷൻ ഡെവലപ്മെൻറ്റ് ഇൻ റെപ്റ്റൈൽസ് ഈസ് ഡയറക്റ്റ്. റെപ്റ്റൈൽസിൽ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ്. അതായത് അവരുടെ ഓസ്പ്രിങ്ങും അഡൾട്ടും ഒരേ ഷേപ്പാണ്, സൈസിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ലാർവൽ സ്റ്റേജ് ഒന്നും ഇല്ല. അസേർഷൻ കറക്റ്റാണ്. റീസൺ റെപ്റ്റൈൽസ് ജനറലി അണ്ടർഗോ എ ലാർവൽ സ്റ്റേജ് ബിഫോർ ബിക്കമിങ് അഡൾട്ട്സ്. റെപ്റ്റൈൽസ് അഡൾട്ട്സ് ആവുന്നതിന് മുമ്പ് ഒരു ലാർവൽ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് തെറ്റാണ്. ആംഫീബിയൻസിനാണ് ലാർവൽ സ്റ്റേജ് ഉള്ളത്, റെപ്റ്റൈൽസിനില്ല. സോ അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. ഓപ്ഷൻ സി. 7th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അത് ക്ലാസ്സും അതിൻ്റെ ഫീച്ചറുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫീച്ചറായിട്ട് കൊടുത്തേക്കുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്, ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ക്ലാസ് ആംഫീബിയ, റെപ്റ്റീലിയ. ഇപ്പോൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വരുന്നത് എവിടെയാണ്? ആംഫീബിയയിലാണ്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ റെപ്റ്റൈൽസിൻ്റെ പ്രത്യേകതയാണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ആംഫീബിയയിലാണ്, കാരണം ഇവിടെ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് റെപ്റ്റീലിയയിലാണ്. അപ്പോൾ A1, B2, C3, D4 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ക്ലാസ് ആംഫീബിയെ പറ്റിയും റെപ്റ്റീലിയെ പറ്റിയും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായ ക്ലാസ് ഏസ് ആൻഡ് ക്ലാസ് മമേലിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.